നമസ്കാരം. ഞാൻ ഓമനക്കുട്ടൻ കോവൂർ. നമ്മൾ ഏറെ നാളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന അവതാരമായി എന്ന ആ ഗാനമില്ലേ, ശ്രീ പാവുമ്പ രാധാകൃഷ്ണൻ ആലപിച്ചത്. ആഭേരി രാഗത്തിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്ന ആ ഗാനം അതിൽ നിന്നും വ്യത്യസ്തമായി മോഹന രാഗത്തിൽ ഇനി മുതൽ എല്ലാവരും ഏറ്റുപാടാൻ വേണ്ടി ഞാനത് ആ ട്യൂൺ മാറ്റിയിരിക്കുന്നു. ആ ട്യൂണിൽ സപ്താഹവേദിയിൽ, പ്രത്യേകിച്ചും സപ്താഹ ദിനങ്ങളിൽ, സപ്താഹദിവസം 3-ാം ദിവസം ഭഗവാന്റെ അവതാര സമയത്താണ് ഈ ഗാനം ഉപയോഗിക്കുന്നത്. അപ്പോൾ അവതാര സമയത്ത് സന്തോഷകരമായ രാഗം വേണം. അത് മോഹന രാഗമാണ്. അപ്പോൾ മോഹന രാഗത്തിൽ ചിങ്ങമാസത്തിൽ അസിതാഷ്ടമി എന്ന് തുടങ്ങുന്ന അവിടെ മുതൽ മോഹനത്തിൽ തുടങ്ങിയിട്ട് മോഹന രാഗത്തിൽ ഈ ഗാനം ഒന്ന് ആലപിച്ച് നോക്കുക. ആഭേരി രാഗത്തിലുള്ളത് മോശമെന്നല്ല പറഞ്ഞത്. ഈ അവതാര ഭാഗമാകുമ്പോൾ മോഹന രാഗമാണ് ഏറ്റവും നല്ലത്. ഏതായാലും ഞാൻ അതിലെ കുറച്ച് വരികൾ പാടാം. അവതാരമായി ആനന്ദശായി ദേവൻ അവതാരമായി ആനന്ദശായി ദേവൻ അവതാരമായി കൽമഷഹരൻ ദേവൻ കാരുണ്യശാലി കൃഷ്ണൻ കംസന്റെ കൽത്തുറുങ്കിൽ അവതാരമായി. കൽമഷഹരൻ ദേവൻ കാരുണ്യശാലി ദക്ഷിണായനകാലേ ചിങ്ങമാസമതിൽ അർദ്ധരാത്രിയിൽ കൃഷ്ണൻ അവതാരമായി. ദക്ഷിണായനകാലേ ചിങ്ങമാസമതിൽ ചിങ്ങമാസമതിൽ അർദ്ധരാത്രിയിൽ കൃഷ്ണൻ അവതാരമായി. ആനന്ദശായി ദേവൻ അവതാരമായി. മോഹത്തിൽപ്പെട്ടു ഭടർ മോഹിച്ചു മരുവുമ്പോൾ രോഹിണി നക്ഷത്രത്തിൽ അവതാരമായി. തിങ്കളും വന്നുദിച്ചു പൂർവശൈലത്തിന്മീതെ പങ്കജനാഭൻ കൃഷ്ണൻ അവതാരമായി. ആനന്ദശായി ദേവൻ അവതാരമായി. ഇത് നിങ്ങൾ ഓർക്കസ്ട്രയോടു കൂടി സപ്താവേദികളിലും ഒക്കെ പാടിയാൽ അത് മറ്റ് ആഭേരി രാഗത്തിൽ കേട്ടതിനേക്കാളും മനോഹരമായി ശ്രീകൃഷ്ണ ഭഗവാന് ഏറ്റവും കൂടുതൽ തൃപ്തി കിട്ടും എന്നുള്ള ആ ഉറപ്പിനാൽ ഈ ഗാനം ഏവർക്കും വേണ്ടി സമർപ്പിക്കുന്നു. നന്ദി. എന്നെ വിളിക്കുന്ന ഫോൺ നമ്പർ, എൻ്റെ പേര് ഓമനക്കുട്ടൻ കോവൂർ. എൻ്റെ ഫോൺ നമ്പർ 97 45 91 79 43. എന്നെ ഏവർക്കും പരിചയമാണ്. ഉടുപ്പിടാത്ത മനുഷ്യൻ, അതായത് ഒരിക്കലും ശരീരത്തിൽ നിന്ന് ഉടുപ്പ് ഊരാത്ത ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ജനങ്ങളെല്ലാം കൂടി എന്നെ പരിഹസിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഉടുപ്പ് ഇടാത്ത മനുഷ്യൻ എന്ന പേരിൽ എല്ലാവരും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.